6 അടിയിൽ കൂടുതൽ പൊക്കമില്ലെങ്കിൽ നിങ്ങളെ നാളെ കൊന്നുകളയും. ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ അതൊരു പ്രാങ്ക് ആണെന്ന് തോന്നുമല്ലേ? പക്ഷേ ഇതൊരു പ്രാങ്കോ കോമഡിയോ അല്ലാതായി മാറുന്ന കാലം വിദൂരമല്ല. കാരണം അത്രയും വിചിത്രമായ സംഭവ വികാസങ്ങളാണ് ഭാരതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലെങ്കിൽ ഒരു പർവ്വതത്തിന് പോലും ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞു വരുന്നത് അരാവല്ലി ഹിൽസിനെ പറ്റിയാണ്. അഥവാ നമ്മുടെ ജോഗ്രഫി ക്ലാസ്സുകളിൽ ഇന്ത്യയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആരവല്ലി പർവ്വതനിരയെ പറ്റി. ഹരിയാന മുതൽ രാജസ്ഥാൻ വരെ ഏകദേശം 750 കിലോമീറ്റർ നീളുന്ന ഒരു വലിയ സ്ട്രെച്ചിൽ കിടക്കുന്ന മൗണ്ടൻ റേഞ്ചാണ് അരാവല്ലി ഹിൽസ്. നമ്മുടെ ഹിമാലയത്തെക്കാൾ ഏകദേശം 3 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട് അരാവല്ലിക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ബാരിയർ അഥവാ പ്രകൃതിദത്തമായ കവചം എന്നാണ് അരാവല്ലി ഹിൽസിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പർവ്വതനിരകൾ കാരണമാണ് ഥാർ മരുഭൂമി ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് വളരാത്തത്. അതുകൊണ്ട് മാത്രമാണ് ഡൽഹി, UP തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം പോലും ലഭിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി വളരെ വിചിത്രമായ ഒരു വിധിന്യായം ഈ റീസെന്റ് പെറുപ്പെടുവിക്കുകയുണ്ടായി. 100 മീറ്ററിലധികം ഉയരമുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇനി മുതൽ അരാവല്ലി പർവ്വതനിരയായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അത്രേ. അതായത് നിലവിലുള്ളതിന്റെ വെറും 8.7% മാത്രമാണ് ഇനി മുതൽ അരാവല്ലി പർവ്വതം. ബാക്കിയുള്ള ഏകദേശം 92% മൈനിങ് മാഫിയയ്ക്ക് വിട്ടുകൊടുത്തുള്ള ഒരു വിധിന്യായം. ലക്ഷക്കണക്കിന് മരങ്ങളും ആയിരക്കണക്കിന് ആനിമൽ സ്പീഷീസും ബേർഡ് സ്പീഷീസും ഒക്കെ ഉള്ള ഒരു മൗണ്ടൻ റേഞ്ചാണ് അരാവല്ലി. കൂടാതെ ഗുഡ്ഗാവിലും ഫരീദാബാദിലും ഒക്കെ ഉണ്ടായ ഒരു വലിയ വാട്ടർ ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അരാവല്ലിയിലെ നദികളാണ്. നമ്മുടെ ഭാരതത്തിന്റെ നിലനിൽപ്പിന് പോലും അനിവാര്യമായ ഒരു മലനിരയെപ്പോലും മൈനിങ് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, അതുപോലെ നമ്മുടെ എൻവയോൺമെന്റൽ മിനിസ്ട്രി, ഇവരുടെയൊക്കെ ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത്? ഹസ്ഡിയോ കാടുകളിലും അരാവല്ലി കാടുകളിലേക്ക് മരങ്ങൾ വെട്ടിമുറിച്ചിട്ട് AQI വെറും 10 താഴെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി ചെടികൾ നടുന്ന തിരക്കിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭ്രഷ്ടം താങ്ങികളായ ചില മാധ്യമങ്ങൾ പറയുന്നത് അരാവല്ലി ഹിൽസ് കാരണമാണ് ഡൽഹിയിൽ AQI കുറയാത്തതെന്ന്. നാളെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിന്റെ കാരണം അരാവല്ലിയാണെന്ന് ഇവർ പറയും. വേൾഡ് ബാങ്കിൽ നിന്നും ഇത്രയും വലിയ കടം വാങ്ങിയത് അരാവല്ലിക്ക് വേണ്ടിയാണെന്ന് പറയും. അൺഎംപ്ലോയ്മെന്റ് ഇത്രയും രൂക്ഷമായി നിൽക്കുന്നത് അരാവല്ലി കാരണമാണെന്ന് പറയും. കുറച്ചു കാലങ്ങൾക്കപ്പുറം ഹിപ്പോക്രസി അഥവാ കാപട്യം, ഐറണി അഥവാ വിരോധാഭാസം എന്നീ വാക്കുകളുടെ സിനോണിമായി നമ്മുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും മാറുമെന്നതിൽ സംശയം.